അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആടിനെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ശൈലി അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. ഞങ്ങളൊക്കെ അബൂബക്കറും മറ്റ് ചിലർ അബൂജഹലുമാണ് എന്ന് വരുത്തി തീർക്കുന്ന ചില ചർച്ചകളും അതും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നത് അല്ല. ആ രൂപത്തിലാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ ചർച്ചകൾ വഴിമാറിപ്പോകുന്നത്. ഈ അടുത്ത് അൻസാരി സുഹരി എന്ന യൂട്യൂബർ, അദ്ദേഹം ആറ്റക്കോയ തങ്ങൾക്ക് ഒരു ഫോൺ കോൾ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കച്ചവടമാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കച്ചവടമായതുകൊണ്ടാണ് അദ്ദേഹം ആ ഫോൺ കോൾ റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു. നിങ്ങളെന്നാൽ എന്ത് നീചവും നികൃഷ്ടവുമായ ഒരു സ്വഭാവമാണിത്. ഇതൊരു മതപണ്ഡിതൻ എന്ന് പറയപ്പെടുന്നവർക്ക് യോജിച്ചതാണോ ഇത്? അല്ലല്ലോ. ഒരാളെ ഫോൺ കോൾ ചെയ്യുക, എന്നിട്ട് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെല്ലാം പ്രചരിപ്പിക്കുക. ഇനി അതവിടെ ഇരിക്കട്ടെ, ഇദ്ദേഹം ചോദിച്ച കാര്യങ്ങൾ എന്താണ്, ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, അതൊക്കെ വ്യാപകമായി എല്ലാവരും അറിയുകയും കേൾക്കുകയും ചെയ്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലായ ക്ലിപ്പ് കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ചെയ്ത പണി തെറ്റാണ്. ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ എത്രയോ വിമർശനങ്ങൾ കേട്ടതാണ്. തങ്ങളെ അത് പറയാൻ പാടില്ല. അപ്പോഴും അദ്ദേഹം സംബോധന ചെയ്യുന്നത് തങ്ങൾ എന്നാണ്. അപ്പോൾ തങ്ങൾ എന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. തങ്ങൾ അങ്ങനെ പറയരുത്. തങ്ങൾ എന്താണ്, ഒരു പാവമാണ്, നിഷ്കളങ്കനാണ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കച്ചവടമാണ്. തങ്ങൾ നിഷ്കളങ്കനാണ് എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഒരു കച്ചവടമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ദീൻ വിൽക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചർച്ചകൾ കച്ചവടമാക്കുന്നത് ആരാണ്? ആറ്റക്കോയ തങ്ങളാണോ? ഈ യൂട്യൂബർ, ഇവരെ പോലെയുള്ള യൂട്യൂബർമാരാണോ? ആരാണ് കച്ചവടം ആക്കുന്നത്? ഏതായാലും സുഹരി ഉസ്താദ് ആ ചെയ്ത പണി ശരിയല്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ചെറിയ രൂപത്തിൽ എനിക്ക് പറഞ്ഞു വെക്കുവാൻ ഉള്ളത്. ഇനി മറ്റൊരു വിദ്വാൻ, അദ്ദേഹം എന്തോ വലിയ സംഭവം പോലെ ഒരു കാറിലിരുന്ന് വീഡിയോ എടുക്കുകയാണ്. അതായത് നൂറെ ഹബീബിൻ്റെ ലൈവിൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് രണ്ട് സ്ത്രീകൾ വന്ന് കതവിൽ മുട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. കതവിൽ മുട്ടിയിട്ട് അവിടെ തങ്ങൾ ചെന്നപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ കിടന്ന് ആകപ്പാട് ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, മാനസിക രോഗമാണ് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതല്ലേ ശരിയായ ഒരു ചികിത്സകൻ്റെ ദൗത്യം? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഞങ്ങളുടെ നാട് ആലപ്പുഴയാണ്. ആലപ്പുഴയ്ക്കടുത്ത്, കായംകുളത്തിനടുത്ത് ഒരു പ്രദേശമാണ് ആദിക്കാട്ടുകുളങ്ങര. അവിടെ ഒരു മുസ്ലിയാർ മാനസിക രോഗമുള്ള ഒരു സ്ത്രീയെ ചവിട്ടിക്കൊന്നു. ചികിത്സ നടത്തിയതാണ്. ഇന്ന് പല മന്ത്രവാദികളും അവർക്ക് മാനസിക രോഗമാണെന്നോ അതല്ല എന്ത് രോഗമാണെന്നോ കാണാതെ എല്ലാം ഏറ്റെടുക്കുന്ന പണിയുണ്ട്. എല്ലാം കുട്ടി ശൈത്താനാക്കുന്ന പണിയുണ്ട്. തലവേദന വന്നാലും കുട്ടി ശൈത്താനാണ്. കാലുവേദന വന്നാൽ സിഹറാക്കുന്ന പണിയുണ്ട്. ആ കണക്കിന് നോക്കിയാൽ തങ്ങൾ ചെയ്തതല്ലേ ശരിയായ പ്രവർത്തനം? അതിനെ വിമർശിച്ചുകൊണ്ട് ഒരു ചെങ്ങായി, ക്യാൻസർ മാറ്റുന്ന ആളല്ലേ, പല മാരാരോഗങ്ങൾ മാറ്റുന്ന ആളല്ലേ, എന്തുകൊണ്ട് ഇത് മാറ്റിയില്ല എന്നാ ചോദിക്കുന്നത്. എൻ്റെ പൊന്ന് ചെങ്ങായി, നമ്മൾ പല രോഗത്തിന് പല ഡോക്ടറെ അടുത്ത് പോകാറില്ലേ? അവരെല്ലാം MBBS ഒക്കെ എടുത്തവരല്ലേ? ഫിസിഷ്യനെ കാണിക്കാറുണ്ട്. പല വിഷയങ്ങളിൽ യോഗ്യരായ പല ഡോക്ടർമാരും കാണിക്കാറുണ്ട്. പലർക്കും പലതും മാറാറില്ല. ചില ഡോക്ടർമാരെടുത്ത് വരുമ്പോൾ മാറുന്നുണ്ട്. അതുകൊണ്ട് അവരാരും ശരിയല്ല, ഇവരാണ് ശരിയെന്ന് പറയാറുണ്ടോ?
അദ്ദേഹം ചെയ്തത് വളരെ നല്ലൊരു പ്രവർത്തനമാണ്. എല്ലാവരും അനുകരിക്കേണ്ട, ആത്മീയ ചികിത്സ നടത്തുന്ന പലരും അനുകരിക്കേണ്ട വിഷയമാണ് യഥാർത്ഥത്തിൽ ആറ്റക്കോയ തങ്ങൾ ചെയ്തത്. അത് ലീഗലി പോയാലും നമ്മുടെ ആറ്റക്കോയ തങ്ങൾക്കാണ് അതിനകത്ത് സ്ഥാനം കിട്ടുക, അംഗീകാരം കിട്ടുന്നത്. ഒരു രോഗി വന്നു, അദ്ദേഹത്തെ എന്താണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ പറഞ്ഞു, അതിലെന്താ തെറ്റുള്ളത്? സ്ത്രീ കരഞ്ഞത്ര, ആ സ്ത്രീക്ക് മാനസിക രോഗമുണ്ടായത് ഏതാ നൂറെ ഹബീബിൻ്റെ മജ്ലിസിനോടുള്ള പ്രേമം മൂത്തുകൊണ്ടാണ്. നമ്മുടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ട സൗന്ദര്യം കണ്ട് കുറച്ച് സ്ത്രീകൾ വിരല് മുറിച്ചിരുന്നു. അത് കുറ്റക്കാരൻ യൂസുഫ് നബിയാണോ? ആണോ? എന്താ ഈ ചെങ്ങായി ഇതൊക്കെ പറയുന്നത്? പക്ഷെ അദ്ദേഹത്തിൻ്റെ ചില മാനരസങ്ങൾ കണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തിന് എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട്. നിങ്ങൾ അദ്ദേഹം ആ വീഡിയോ കാണിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ഷർറുകളിൽ നിന്നും നമ്മളെയെല്ലാം കാത്തുരക്ഷിക്കട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, ആറ്റക്കോയ തങ്ങൾക്ക് ഇതൊന്നും ഒരു പുത്തരി അല്ല. എത്രയോ കാലം കൊണ്ട് നിങ്ങൾ എന്തെല്ലാം കളികളാണ് നടത്തുന്നത് അദ്ദേഹത്തെ ഒന്ന് പൂട്ടിക്കെട്ടാൻ. പക്ഷേ അന്തുമുൽ അഅ്ലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, വിശുദ്ധ ഖുർആന്റെ ഒരു വാചകം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ മുഅ്മിനീങ്ങളാണോ, യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ഉയരങ്ങളിൽ തന്നെയാണ്, നിങ്ങളാണ് മഹോന്നതന്മാർ, ഒരിക്കലും നിങ്ങൾ തകരുകയില്ല. ഇനി ആ ഒരു വിദ്വാൻ്റെ ആ ഒരു വീഡിയോസിൻ്റെ ശകലം നിങ്ങളൊന്ന് കേട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്ത്രീകളെ മാനസിക രോഗികളാക്കി മാറ്റുന്ന മജ്ലിസുകൾ, ആത്മീയ തട്ടിപ്പുകൾ, അല്ലെ, ഓൺലൈൻ പ്രഭാഷകര്, ഓൺലൈൻ തട്ടിപ്പുകാര്, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഹാമിദിന്റെ വീട്ടിൽ ഒരു പെണ്ണ് കരഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ദിവസം മുൻപ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇല്ല? ആ വീഡിയോ ഞാൻ ആദ്യം ഒന്ന് പ്ലേ ചെയ്യുക, എന്നിട്ട് അതിനുശേഷം അതിൽ ആ സ്ത്രീ പറയുന്ന കാര്യങ്ങളുണ്ട്, അത് വളരെ കൃത്യമായിട്ട് നമുക്ക് കേൾക്കാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ ഇതുപോലെ മാനസിക രോഗികളായി മാറണോ എന്നുള്ളത്. ഇതിൽ ഈ സ്ത്രീക്ക് മാനസിക രോഗം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അവർ തന്നെ അതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ ഒരു പരിഭ്രാന്തി വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും ആദ്യം ഹാമിദിന്റെ വീട്ടിൽ ആ ലൈവിൽ നടന്ന ആ ഒരു വീഡിയോ ആദ്യം ഒന്ന് കണ്ടതിന് ശേഷം, കാരണം 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാലാണ് കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാകുക. അതുകൊണ്ടാണ് ഫസ്റ്റ് ആ വീഡിയോ കാണിക്കുന്നത്. എന്നിട്ട് ആ സ്ത്രീ തന്നെ മറ്റൊരു ചാനലിൽ കൊടുത്ത അഭിമുഖം കൂടെ ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് കാണാം. എന്തായാലും ഹാമിദിന്റെ ആദ്യത്തെ ആ ലൈവ് ഒന്ന് കാണാം. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ, അല്ലാഹു ബർക്കത്ത്. എന്താ അള്ളാഹു ഒരു പൊന്നുമോൾക്ക് സുഖമില്ല, അള്ളാഹു പരിപൂർണ്ണ ശിഫ അള്ളാഹു നൽകി. ഒരു സഹോദരിക്ക് സുഖമില്ല. അപ്പോ അതെ, സഹോദരിക്ക് സുഖമില്ല. എങ്ങനെ സുഖമില്ലാതെ ആയി എന്നുള്ളത് ആ സഹോദരി തന്നെ പറയുന്നുണ്ടല്ലോ ഹാമിദെ, ഇല്ലേ? ആ സഹോദരി തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ മറ്റൊരു ചാനലിൽ കൊടുത്ത അഭിമുഖമാണ്. അതിൽ ആ സഹോദരി പറയുന്നുണ്ട് ആ സഹോദരിക്ക് എങ്ങനെയാണ് ഇങ്ങനെ സുഖമില്ലാതെ ആയത് എന്നുള്ളത്. അതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. അത് നിങ്ങൾ എല്ലാവരും പ്രത്യേകം കേൾക്കണം. എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ഇങ്ങനെ നിലവിളിക്കേണ്ടി വന്നതും ഇങ്ങനെ കരഞ്ഞതും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ശബ്ദമുണ്ടാക്കിയതും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് വളാഞ്ചേരിയിലുള്ള ആ സ്ത്രീ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും അതുകൂടെ ഒന്ന് കണ്ടു നോക്കി. ആ സ്ത്രീയുടെ ഫേസ് ഞാൻ കൊടുക്കുന്നില്ല, എന്തായാലും അതുകൂടെ ഒന്ന് കണ്ടു നോക്കി. നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്കും ഇന്നല്ലെങ്കിൽ നാളെ ഇവനെ പോലുള്ള ആളുകളുടെ മജ്ലിസ് കണ്ട് ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്കും ഇതേ അവസ്ഥ വരാതിരിക്കട്ടെ. വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വരാതിരിക്കട്ടെ എന്നാണ് എനിക്ക് ആദ്യമേ പ്രാർത്ഥിക്കാനുള്ളത്. എന്തായാലും ആ സ്ത്രീ പറയുന്നത് കൂടെ ഒന്ന് കേൾക്കി. ആ സ്ത്രീ ആരാണെന്നും ഒക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങളുടെ പേരെന്താണ് പറഞ്ഞോളി? ഫസീല.
നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? വളാഞ്ചേരി. വളാഞ്ചേരി. എന്താണ് ഇവിടെ സംഭവിച്ചത്? 4.5 വർഷമായിട്ട് മജ്ലിസ് കാണുന്ന ആളാണ്. ഇതുവരെ യാതൊരുവിധ മാനസിക അസ്വസ്ഥതകളും ഈ സ്വലാത്ത് കൊണ്ട് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു ആഴ്ചയായിട്ട് മനസ്സിന് വല്ലാത്ത അസ്വസ്ഥതകളായിരുന്നു, മാനസിക സമ്മർദ്ദം കൂടുതലായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞ് അവിടെ ഒന്ന് പോകണം, സ്വലാത്ത് മജ്ലിസ് നടക്കുന്ന തങ്ങളുപ്പാൻ്റെ വീട്ടിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞ് അങ്ങനെ വന്നപ്പോൾ ഇവിടെ സ്വലാത്ത് നടക്കുകയാണ്. പക്ഷേ എനിക്ക് ആ സമയത്ത് എനിക്ക് അതിൻ്റെ ആ ഒരു മൈൻഡ് ഒന്നും ആയിരുന്നില്ല. അപ്പം ഞാൻ തങ്ങളുപ്പാനെ കാണുന്നത് വരെ തങ്ങളുപ്പാൻ്റെ അടുത്തേക്ക് അവിടെ ഡോറിൽ ചെന്ന് മുട്ടി. തങ്ങളുപ്പ എണീറ്റ് വന്ന് തങ്ങളുപ്പാന്ന് വിളിച്ചാണ്ട് ഓടി ചെന്ന് കയറിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ റൂമിന്റെ അവിടേക്ക് ചെന്ന വാതിൽ ചെന്ന് അടിച്ചതാണ്. തങ്ങളുപ്പ ഓടി വന്നതാണ്. അപ്പോൾ പറഞ്ഞ് ദൈവം ഓടി വന്നിക്കാണ്. ഇതിനെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞത്. അവള് അങ്ങനെ ഇതായിക്കണു. അവള് വേഗം ഹോസ്പിറ്റലിൽ. എന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയോ? ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് പിന്നെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയതിന്റെ എന്തെങ്കിലും ബില്ലുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അതിന്റെ രേഖയാണ് കാണുന്നത്. ആ ഓക്കെ. അല്ല കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ അതെ, അവിടുന്ന് ഈ മജ്ലിസ് കാണുന്നതിന് ഒരാഴ്ച മുൻപ് വരെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വളരെ കൃത്യമായിട്ട് ആ സ്ത്രീ തന്നെ പറയുന്നുണ്ടോ. അതിനുശേഷമാണ് ഈ സ്ത്രീക്ക് ഇങ്ങനെ പ്രശ്നം വന്നതും മാനസിക വിഭ്രാന്തിയും കാര്യങ്ങളൊക്കെ വന്നതും അവിടെ പോയി ശബ്ദമുണ്ടാക്കിയതും തങ്ങളിപ്പാപ്പാനെ കണ്ട മാത്രമേ പ്രശ്നം തീരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളിപ്പാപ്പാന്റെ അടുത്ത് പോയത്. പൊന്നാര താത്ത, നിങ്ങളൊക്കെ കഴിക്കുന്നത് അരിഭക്ഷണം തന്നെ അല്ലേ? അറിയാനായിട്ട് ചോദിക്കാണ്.